ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മങ്ങാടെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വന്നതാണ്. അപ്പോൾ അവിടെ കണ്ട ഗാർഡനിങ് ആണ്. നല്ല മുന്തിരിച്ചെടികൾ ഇങ്ങനെ വളർത്തിയിട്ടിരിക്കുന്നു. അതിൽ പച്ച മുന്തിരിങ്ങ ഇവിടെ പിടിച്ച് കിടക്കുന്നത് കാണാം. കണ്ട, പച്ച മുന്തിരി കുലകളെന്ന് പറയാൻ പറ്റത്തില്ല, ബാക്കിയെല്ലാം അവർ പിച്ചി എടുത്തിട്ടുണ്ട്. കണ്ടാ കൂട്ടുകാരെ, നമ്മുടെ വീട്ടിൽ മുന്തിരി ചെടികളൊക്കെ വളർത്താൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. വീട്ടുമുറ്റത്ത് ഇങ്ങനെ തണൽ നൽകി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് ഒരു വലിയ പന്തലൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വളർത്തിയിരിക്കുന്നു. മാത്രമല്ല, ഇവിടെ താമരക്കുളം ഉണ്ട്. താമരകളിങ്ങനെ വലിയ പീപ്പ പോലുള്ള പാത്രങ്ങളിലും പിന്നെ അതുപോലെ തന്നെ താമരക്കുളം തന്നെയുണ്ട് കൂട്ടുകാരെ. ഈ കാണുന്നത് താമരക്കുളമാണ്. പൂവ് ഇപ്പോൾ ഇല്ല. ഇടയ്ക്ക് ഞാൻ വരുമ്പോൾ ഇവിടെ ധാരാളം പൂക്കൾ കാണാമായിരുന്നു. ഇന്ന് പക്ഷേ പൂക്കളൊന്നും ഇല്ല. ചിലപ്പോൾ സീസണിലായിരിക്കും പൂക്കൾ കാണുന്നത്. മാത്രമല്ല, ഇവിടെ അടിപൊളി ഗാർഡനിങ് ആണ്. പലതരത്തിലുള്ള പൂക്കൾ ഉണ്ട്. ഇതിൻ്റെ ഒന്ന് രണ്ടെണ്ണത്തിൻ്റെ പേരെനിക്കറിയില്ല. റോസയുണ്ട് പലതരത്തിലുള്ളത്, പിന്നെ ഇലച്ചെടികളുണ്ട്, പിന്നെ വേണ്ട കോഴിവാൽ പൂവ് ഇഷ്ടം പോലെ ഉണ്ട്, പിന്നെ വേണ്ട ജമന്തി എന്ന് വേണ്ട എല്ലാ തരത്തിലുള്ള പൂക്കളും ഇവിടെയുണ്ട്. വലിയ ഒരു ഗാർഡൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വേണ്ട ചട്ടികളിലെല്ലാം ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നു. 4 മണിപ്പൂവ്, 10 മണിപ്പൂവ്, പലതരത്തിലുള്ള പൂക്കൾ. 10 മണി, 4 മണി എന്നെല്ലാം പറഞ്ഞ് ആ ഓരോ 10 മണി പൂവ് അങ്ങ് മേളിലോട്ട് നിൽക്കുന്നത് കണ്ടില്ലേ കൂട്ടുകാർ? അതിങ്ങനെ ഒരു സ്റ്റാൻഡിനകത്ത് സെറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം പൂവ് വിടർന്ന് നിൽക്കുന്നു കൂട്ടുകാർ. മഞ്ഞയുണ്ട്, ചുവപ്പുണ്ട്, 4 മണി പൂവിൻ്റെ ആ വയലറ്റ് കളറിലുള്ളതുണ്ട്. ഇലച്ചെടികളും സൈഡിലായിട്ട് ഒതുക്കി കട്ട് ചെയ്ത് ഒരുക്കിയിരിക്കുന്നു. തുളസിയാണിത്. തുളസി ചെടിയും ഉണ്ട്. പിന്നെ നമ്മൾ ഈ എക്സിബിഷനൊക്കെ പോകുമ്പോൾ കാണുന്ന തരത്തിലുള്ള ഇലച്ചെടികളും നല്ല രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു. എന്താ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇവിടെ നിന്ന് ഈ ഗാർഡനിൽ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണുന്നു. ഇത് നമ്മുടെ വീട്ടിലെല്ലാം സാധാരണമായിട്ട് കണ്ടുവരുന്ന ഇലച്ചെടിയാണ്. എന്തൊരു ഭംഗിയാണെന്ന് നോക്കിയാണ് കൂട്ടുകാരെ. എല്ലാ വീടുകളിലും ഇങ്ങനെ ഗാർഡനിങ് കാണാറില്ല. മാത്രമല്ല, നല്ല വെറൈറ്റി പ്ലാവിൻ്റെ തൈകളും എല്ലാം കാണുന്നുണ്ട്. മുള പോലത്തെ ചെടികൾ അങ്ങ് ദൂരെയായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ തെറ്റിപ്പൂവ് 2 സൈഡിലായിട്ട് തെറ്റിപ്പൂവും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം പൂക്കളാണ്. താമരപ്പൂവിന് വേണ്ടുന്ന താമര വിടർന്നിൽ അവിടെ നിൽക്കുന്നു. ഞാൻ കാണിക്കാം. താമര മുട്ടാണിത്. കൊണ്ട് അങ്ങോട്ട് ഭയങ്കര വെയിലിവിടെ. ഒരു മുട്ട ഉണങ്ങി നിൽക്കുകയാണ്, ബാക്കിയെല്ലാം ഇങ്ങനെ വളർന്നു നിൽക്കുന്നു. നല്ല സുന്ദരമായ മഞ്ഞ പൂ പിടിച്ച് നിൽക്കുന്ന ഒരു ചെടി. ഞാൻ ഇവിടെ നിന്ന് ഇതെല്ലാം ഇങ്ങനെ കാണുന്നു. ഞാനിവിടെ ഒരു അത്യാവശ്യമായിട്ട് വന്ന വഴിയാണ്. പൂക്കളുടെ ഭംഗിയുണ്ടോ?